ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവാണ്. ഒരു ഫാമിലി ട്രിപ്പ്. എല്ലാവരും ഉണ്ട്. നമ്മൾ അവരെ എല്ലാം വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇത് ഞാനും മോളും വീട്ടിൽ നിന്ന് റെഡിയായി നിൽക്കുന്ന ഫോട്ടോയാണ്. ഇത് നമ്മൾ അച്ഛമ്മയുടെ വീട്ടിലെത്തി അവിടെ മോനെയും ഒക്കെ കൂട്ടാൻ വേണ്ടി പോയതാണ്. ഇതാണ് നമ്മുടെ ഏട്ടൻ അനിയനാണ്. നേരിട്ട് റെഡിയാണ്. നമ്മളിതാ വണ്ടിയിലൊക്കെ കയറി സെറ്റായി വൈബ് ഫാമിലി. ഞാനും ഏട്ടനും ഒരുപോലത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അനിയന്മാർ, അളിയൻ, ആൻറ്റിയുടെ ഭർത്താവ്, പാപ്പൻ, നാത്തൂൻ്റെ കുട്ടികൾ, അങ്ങനെ എല്ലാവരും ഒരുപാട് പേരുണ്ട്. ഇനി പറയാനായിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ അടിച്ച് പൊളിച്ച് നമ്മൾ പാട്ടൊക്കെ ഇട്ട് അടിച്ച് വൈബടിച്ച് പോവുകയാണ്. നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ വയനാട് പോവുകയാണ്. ഞാൻ വയനാട് സത്യം പറഞ്ഞാൽ ഇതുവരെ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് വയനാട് പോകുന്നത്. ആൻറ്റി എല്ലാവരും തന്നെയുണ്ട്. വയനാട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. വയനാടൊന്ന് പോകണം, ഇതുവരെ പോയിട്ടില്ലല്ലോ, എന്താണൊന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ്. അപ്പം അന്നൊരു എൻഗേജ്മെൻറ്റ്, എന്നെങ്കിൽ അങ്ങനെ പോകാം. അപ്പം നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം, എന്നാൽ പരിപാടിയും കൂടെ കൂടാം, അങ്ങനെയുള്ള വിചാരിച്ചു പോയി. എല്ലാവരും പാട്ടിട്ട്, എൻ്റെ മോളിതാ പാട്ടിട്ട് നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ആ ഫുൾ ടൈം ഏട്ടൻ്റെ കയ്യിലെത്താ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരുന്ന എല്ലാവരും വണ്ടിയിലിരുന്ന് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോവാണ്. പിന്നെ നമ്മൾ അടിവാരത്തെത്തിയപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും നിർത്തി ചായ അങ്ങനെയൊക്കെ കുടിച്ച് നല്ല രസമായിരുന്നു. ഒന്നും പറയാനില്ല, അടിപൊളി ഒരു വൈബ് ഫാമിലി ആയിട്ടോ, ഒന്നും പറയാനില്ല. ഇത് ഏട്ടൻ്റെ ഫാമിലിയാണ്, എല്ലാവരും നല്ല വൈബാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ്, അതായത് നമ്മൾ ചുരം കയറുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. അവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പറയാനില്ല, തണുത്തിട്ട് കുളിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. കാരണം അമ്മാതിരി തണുപ്പാണ്. ദേഹത്തോട്ട് വെള്ളം ഒഴിച്ചാൽ മരച്ച് പോകുന്ന പോലത്തെ തണുപ്പായിരുന്നു. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് ഞാൻ പോയി അവിടെ വന്നതിന് ശേഷം എടുക്കുന്ന വീഡിയോ ഇടുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, അവിടെയൊക്കെ കാണാനായിട്ട് നല്ല കാറ്റും നല്ല ശുദ്ധവായുവും അടിപൊളിയൊരു ഇതായിരുന്നു. നമ്മളെപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക്, എല്ലാവരും അങ്ങനെയല്ല, വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ മനസ്സ് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ട് അങ്ങനെ അടിപൊളിയാണ്. എപ്പോഴും നമ്മൾ വീട്ടിലിരിക്കാതെ എവിടെയെങ്കിലുമൊക്കെ ഇടയ്ക്ക് പോകണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതിന് മുന്നേ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ എവിടെയൊക്കെ പോകാമോ അവിടെ എല്ലാം ഞങ്ങൾ രണ്ടുപേരും പോയിരിക്കുന്നു. മോളുണ്ടായതിന് ശേഷം അങ്ങനെ ഇങ്ങനെ എങ്ങും പോകലില്ല. ഇപ്പോഴാണ് പിന്നെയും ഓരോ സ്ഥലത്തൊക്കെ പോകാൻ തുടങ്ങിയത്. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ബോറല്ലേ, വീട്ടമ്മമാർക്ക് കേട്ടോ, ബാക്കി ആർക്കും അല്ല, വീട്ടമ്മമാർക്ക്. ഗ്രീനറിയൊക്കെ സൂപ്പർ, ഒരു രക്ഷയില്ല, ഇത് രസമാണ്. ഞാൻ ഇടുക്കിയിൽ നിന്ന് വന്നതിന് ശേഷം ഇപ്പോഴാണ് ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണുന്നത്. ഏട്ടനും മോളും ഞാനും നമ്മൾ മുകളിലെത്തിയപ്പോഴത്തേക്ക് വീഡിയോ എടുത്ത ചെറുതായിട്ട് കോടയൊക്കെ ഉണ്ട്, ചെറിയൊരു കോടയൊക്കെ ഇറങ്ങുന്നുണ്ട്. വയനാട് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ, അത്ര മനോഹരമായിട്ടൊരു സ്ഥലമാണ്. നമ്മൾ ചുരമൊക്കെ കയറി ലാസ്റ്റ് ഏറ്റവും മുകളിലെത്തി. 9 വളവ് കയറി ഏറ്റവും മുകളിലെത്തിയിട്ടാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ചുണ്ടെന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് പാപ്പൻ്റെ മോളുടെ വീട്, പാപ്പൻ്റെയൊക്കെ വീട്. അവിടെ എൻഗേജ്മെൻറ്റിന് നമ്മൾ പോവുകയാണ്. എല്ലാവരും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മുകളിലെത്താനാകുന്നതിലേക്ക് കുരങ്ങുകുട്ടിയൊക്കെ ചാടി വന്ന് വണ്ടിയിലൊക്കെ കയറാൻ പോയി. കണ്ടില്ലേ, അവരൊക്കെ ഒരു ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പോൾ കുരങ്ങൻ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. വണ്ടിയിൽ നിന്ന് ഇട്ട് കൊടുത്താൽ കേട്ടോ അത് കഴിക്കുന്നുണ്ടത്. പിന്നെ നമ്മൾ ഏറ്റവും മുകളിലെത്തിയപ്പോഴത്തേക്കും ചങ്ങലമരം കണ്ടു. ചങ്ങലമരത്തിൻ്റെ പ്രത്യേകത, അതിനൊരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ചങ്ങല മരമായിട്ട് അറ്റാച്ച്ഡാണ്. എങ്കിലും മരം വളർന്നാലും ആ ചങ്ങല പൊട്ടത്തില്ല. ഇത് കണ്ടില്ലേ, 2 സൈഡിലേക്കാണ് ആ ചങ്ങല ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. പക്ഷേ മരം എത്ര വളർന്നാലും ആ ചങ്ങലയും വളരുക എന്നാണ് പറയുന്നത്. അതിൽ കരിന്തണ്ടൻ ഇതിനകത്ത് എഴുതിയേക്കുന്നത് 1750 1880കളിൽ
ഇതിന് ഈ മരം വളരില്ല. അത് ഈ പണ്ട് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് വഴി കാണിച്ചു കൊടുത്ത അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അതിൻ്റെ പിന്നിൽ, ഈ ചങ്ങല മരത്തിൻ്റെ ഒരു കഥ. ഇതൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാട്ടോ, എല്ലാവരും ഉണ്ട്. നമ്മൾ പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത്. ഇത് നമ്മളുടെ സബ്സ്ക്രൈബറാട്ടോ, ഇത് നമ്മുടെ ഫാമിലി മെമ്പറാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് എൻ്റെ സബ്സ്ക്രൈബർ എന്നൊക്കെ പറഞ്ഞതാണ്. ഇത് സുന്ദരി, ഇത് അനിയത്തിയാണ്, ഇത് അനിയൻ. മോള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എൻ്റെ ദേഹത്തൊക്കെ തൂത്ത് വെച്ചേക്ക്. ഇതാണ് ലച്ചു, ഇതൊക്കെ എൻ്റെ ഇത് മാമൻ, അങ്ങനെയല്ല. ഇതാണ് പാപ്പൻ, ആൻറ്റി, ലച്ചു, നാത്തൂന്, അളിയന്, എല്ലാവരും തന്നെ ഉണ്ട്. അങ്ങനെ നമ്മളിതെല്ലാം കഴിഞ്ഞ് ഇനി പാർട്ട് 2